അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന് ഇവിടെ സുന്നി വിദ്യാഭ്യാസമുള്ള അച്ചടപ്പഴകളുടെ പുസ്തകത്തെ പറ്റിയല്ല പറയുന്നത്. ശരിയായ ഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകൾ ഒക്കെ ഇവിടെ യോജിച്ച് വരുന്ന ഒരുത്തനെ മാത്രമേ അള്ളാഹു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഏത് സമയത്തും മൈക്ക് ഓൺ ചെയ്താൽ അള്ളാഹു അക്ബർ, മൈക്ക് ഓഫ് ചെയ്താൽ പിന്നെയും അള്ളാഹു അക്ബർ, ഏത് സമയത്തും അള്ളാഹു അക്ബർ. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചു പോയി, ഈ പറയുന്ന അള്ളാഹു ഇരുമ്പാണോ അതോ ചെമ്പാണോ അതോ സ്വർണമാണോ വെള്ളിയാണോ? ചോദിച്ച ആളുകൾ ഏതായിരുന്നു? ബിംബങ്ങളെ ആരാധിക്കുന്നവർ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, മരം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, കല്ല് കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ പറയുന്ന റബ്ബ് ഏതാണ്? അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി നൽകി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിന് വിശദീകരിക്കേണ്ട കാര്യമല്ല, അറിയാമല്ലോ. ഇവിടുന്ന് തുടങ്ങട്ടെ ഏതൊരു കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുടി ഉണ്ട്, അത് ചരിത്രം രേഖപ്പെടുത്തിയതാ. ആ മുടിക്ക് ശറഫുണ്ട് എന്നുള്ളത് മുഅ്മിനീങ്ങൾ അംഗീകരിക്കുന്നതാ. അത് വിചാരിച്ച് കാണുന്ന മുടിയൊക്കെ നബി തങ്ങളെ മുടിയാണ്? അല്ലെങ്കിൽ അത് മുഴുവനും ഇവിടെ ആര് പറഞ്ഞാലും തെളിവില്ലാതെ, സനദില്ലാതെ, രേഖയില്ലാതെ, ആധികാരികമായി തെളിയിക്കപ്പെടാതെ എല്ലാവരും അംഗീകരിക്കണം എന്നോ? എന്തിനാണ് ഈ സനദ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വാദത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മഹാരഥന്മാരാകുന്ന ഉലമാഇന്റെ സംസാരത്തിന്റെ, പ്രഭാഷണത്തിന്റെ ഒരു ശൈലിയിൽ നിന്ന് മനസ്സിലാക്കിയിരുന്ന ഉമ്മത്ത്, ആ ഉമ്മത്ത് അനുസരണ ബോധമുള്ള ഉമ്മത്തായിരുന്നെങ്കിൽ അവർക്ക് മുമ്പിൽ കീറി മുറിച്ച ചർച്ചകളും ആവശ്യമില്ലാത്ത വിചാരണകളും ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളുമായി വരുമ്പോൾ എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന് ഉത്തരവാദി? പറയണം മറുപടി. മഹാനാകുന്ന ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചല്ലോ, ഖുതുബിയ്യത്ത് ഓതാൻ പറ്റുമോ എന്ന്. എന്തായിരുന്നു ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? പറ്റും എന്നാണ്. എന്താണ് തെളിവ് എന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഈമാനുള്ള ആളുകൾക്ക് പിന്നെ സമ്മതിക്കാൻ പ്രയാസപ്പെടേണ്ടി വരില്ല. അത്രയും കൃത്യമായ മറുപടി. എന്താണ് തെളിവ്? മഹാനാകുന്ന ശൈഖുന പറഞ്ഞു, സ്വദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളാണ് അതുണ്ടാക്കിയത്, അത് തന്നെയാണ് തെളിവ്. അവിടെയാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. ആ സത്യസന്ധതയിലാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. എടവണ്ണ അലവി മൗലവി കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആദം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയെന്ന്. ആദ്യം വന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങോട്ട് തവസ്സുലാക്കി എന്ന് പറയുന്നല്ലോ. എന്താണ് തെളിവ്? കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വതവസ്സല ബിഹി ആദം മങ്കൂസ് മൗലൂദിലുണ്ടല്ലോ, അതാണ് തെളിവ്. അവിടെ തന്നെയാ മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു പാരമ്പര്യം ഇല്ലാതിരിക്കുമ്പോ ഇവിടെ ആരാ പിന്നെ ചർച്ചകൾ ഇവിടെ കൊണ്ടുവന്നത്?